വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. ഗലാത്യർ 6:6. വചനം പഠിക്കുന്ന വ്യക്തി അത് പഠിപ്പിക്കുന്ന ആളിന് തനിക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളിലും ഒരു പങ്ക് കൊടുക്കണം. നന്മ എന്നത് സാമ്പത്തികമായ സഹായം മാത്രമല്ല, മറിച്ച് സ്നേഹവും ബഹുമാനവും പ്രാർത്ഥനയും പ്രോത്സാഹനവും തുടങ്ങിയ എല്ലാ നല്ല കാര്യങ്ങളും ഉൾപ്പെടുന്നു എന്ന് ഓർക്കുക. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരാൾ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അയാൾ അതിനുവേണ്ടി എന്തുമാത്രം സമയം ചെലവഴിക്കുന്നു, എന്തുമാത്രം പ്രയത്നിക്കുന്നു. അപ്പോൾ അത് പഠിക്കുന്നവരുടെ കടമയാണ് അവരെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത്. പഠിപ്പിക്കുന്ന ആൾ ആത്മീയ അറിവ് നിങ്ങൾക്ക് നിങ്ങളെ ആത്മീയ ധനങ്ങൾ കൊണ്ട് ബലപ്പെടുത്തുന്ന പാസ്റ്ററെ ഭൗതിക കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടുന്ന പിന്തുണ നൽകേണ്ടതും വളരെ പ്രധാനമാണ്. വളരെ ലഭിക്കുന്ന ആത്മീയ അറിവിനെ വിലമതിക്കുകയും അത് നൽകുന്നവരെ ആദരിക്കുകയും ചെയ്യണം എന്നുകൂടെ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം എത്രത്തോളം നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വചനം പഠിപ്പിക്കുകയും നമുക്ക് വേണ്ടി ആത്മീയ കാര്യങ്ങളിൽ പ്രയത്നിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ സഹായിക്കാൻ കഴിയുമോ, അതിൻ്റെ അത്രയും അനുഗ്രഹീതരായി തീരും നിങ്ങൾ. ആ അനുഗ്രഹം പ്രാപിക്കുകയാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഭൗതികമായിരിക്കുന്ന ലാഭത്തെക്കാളും ആത്മീയമായിരിക്കുന്ന അനുഗ്രഹങ്ങളാൽ നിങ്ങൾ സമ്പുഷ്ടരാകും. വചനം പഠിപ്പിക്കുന്ന വ്യക്തിയെ പഠിക്കുന്ന നിങ്ങൾ എല്ലാ ഓഹരിയിലും സഹായിക്കുക, എല്ലാ നന്മകളിലും